ഇമോഷണലി മാനിപ്പുലേറ്റഡ് ആവുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഇനീഷ്യൽ സ്റ്റേജസിലൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ പോകാറുള്ളൊരു സിറ്റുവേഷനാണ്. നമ്മൾ ഫുള്ളി എക്സോസ്റ്റഡായി ഡ്രെയിൻഡായി നമ്മൾക്ക് തന്നെ പലതരത്തിലുള്ള ആങ്സൈറ്റിയുടെയോ ഡിപ്രഷൻ്റെയോ ഒക്കെ ബുദ്ധിമുട്ടുകളിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ആളുകൾ ഇതിനെപ്പറ്റി ഒരു അവയർനെസ്സിലേക്കോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷനിലേക്കോ വരാറുള്ളത്. മോസ്റ്റ് ഓഫ് ദ ടൈം റിലേഷൻഷിപ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാനിപ്പുലേറ്റഡ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഞാൻ കുറച്ച് പോയിൻറ്റ്സ് പറയാം. അതായത് നിങ്ങൾ തന്നെ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ, പറയുന്നത് ശരിയാണോ, ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളാണോ റെസ്പോൺസിബിൾ അതോ മറ്റുള്ളവർ പറയുന്നതാണോ ശരി, മൊത്തത്തിലൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്. അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളിൽ പലരും നിങ്ങൾക്ക് ഗിൽറ്റ് ഫീൽ ചെയ്യുക. അതുപോലെ ഒരു പാർട്ട്ണർ കൂടെ നിൽക്കുന്ന ആൾ എല്ലാ കാര്യങ്ങളിലും വിക്ടിം മൈൻഡ് സെറ്റോടുകൂടി നിങ്ങളുടെ അടുത്ത് പെരുമാറുന്ന രീതി, അതായത് എല്ലാ കാര്യങ്ങളിലും അവരാണ് വിക്ടിമൈസ് ആയി പോകുന്നത് എന്നുള്ള രൂപത്തിൽ പെരുമാറുക. ഇനി അതുപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്സുകൾക്കോ കാര്യങ്ങൾക്കോ ഒരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി എടുക്കാതിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഓക്കെ അല്ല എന്ന് പറയുന്ന നോ പറയുന്ന സിറ്റുവേഷൻസിൽ അതിൻ്റേതായിട്ടുള്ള വാല്യൂസ് കൊടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസാണ് പൊതുവെ മാനിപ്പുലേറ്റഡ് ആവുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാവാറുള്ളത്. പക്ഷേ അത് പലപ്പോഴും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറില്ല.